ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിലെ അടുത്തൊരു ശ്ലോകം നോക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം. നമ്മൾ 6ാമത്തെ ദശകമാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ 14 ലോകങ്ങളെയും ദർശിക്കുന്ന ആ ഒരു മഹത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഏത് ഒരു സമൂഹം എടുത്താലും സമൂഹത്തിൽ നമ്മൾ പല പല ബുദ്ധിമുട്ടുകൾ, എത്ര ഭൗതികമായിട്ട് നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും പല ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ടല്ലോ. ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ മറിഞ്ഞു ഇരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അത് സമൂഹം നേരിടുന്നുമുണ്ട്. അത് പലതരം വിഷമങ്ങളായിട്ട് സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ചിരി മായയാണെന്ന് പറയും. ആ ഒരു മായയിലാണ് ഭഗവാൻ ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഓരോരുത്തരെയും ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അപ്പം ആ ഒരു ജീവിതം അത്രയും സുന്ദരമാക്കി മാറ്റണമെങ്കിൽ ഭഗവാനിൽ ഉള്ള നമ്മുടെ ആ ഒരു സമർപ്പണം, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 14 ലോകങ്ങളെയും ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു അതിൻ്റെ പല വിവരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ നോട്ടം, അതുപോലെ ഭഗവാന്റെ കർണങ്ങൾ ദിക്കുകളാണ്, കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ്, അതുപോലെ അധരങ്ങൾ ലോഭവും ലജ്ജയുമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കുന്ന ഈ ഒരു ശ്ലോകത്തിൽ ശ്ലോകം 6 ദശകം 6 നാരായണീയം ദശകം 6 ശ്ലോകം 6 നമ്മൾ നോക്കുന്നത്. ഇതിൽ പറയുന്നത് ഭഗവാന്റെ ചിരി എന്ന് പറയുന്ന മായയാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു മായയിലാണ് ഈ ഒരു നമ്മളാകുന്ന ഈ ഒരു സമൂഹം, നമ്മളും കൂടെ അടങ്ങിയ ഈ ഒരു സമൂഹം പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും അതുപോലെ തന്നെ സുഖവും ദുഃഖവും ഇടകലർന്ന് ഭഗവാന്റെ മായ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന്റെ ശ്വാസമാണ് കാറ്റ് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന്റെ നാവ് ജലം ആയിട്ടും, അതുപോലെ വചനങ്ങൾ, ഭഗവാന്റെ വചനങ്ങളാണ് പക്ഷിക്കൂട്ടങ്ങൾ. അപ്പോൾ പക്ഷിക്കൂട്ടങ്ങളുടെ ചിലയ്ക്കലും ഒക്കെ ഭഗവാന്റെ വചനങ്ങളാണെന്ന് പറയും. അതുപോലെ തന്നെ സ്വരങ്ങൾ, സിദ്ധ, ചാരണ, ഗന്ധർവ അവരുടെ ഗാനാലാപം ഭഗവാന്റെ സ്വരങ്ങളാണ് എന്നും, അഗ്നി ഭഗവാന്റെ വായയാണ് അഗ്നി എന്നും. ആ അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിക്കുമ്പോൾ അത് ലഭിക്കുന്നത് ദേവന്മാർക്കാണല്ലോ. ആ ദേവന്മാർക്ക്, അപ്പോൾ ദേവന്മാർക്കുള്ള ഹവിർഭാഗം സ്വീകരിക്കുന്നത് അഗ്നിയാണ്. അപ്പോൾ ഭഗവാനാണ് മറ്റ് ദേവന്മാർക്ക് നമ്മൾ സമർപ്പിക്കുന്ന ആ ഒരു ഹവിസ്, ആ ഹവിർഭാഗം സ്വീകരിക്കുന്നത് ഭഗവാന്റെ വായിലൂടെയാണ്. അതാണ് അഗ്നി. അപ്പോൾ ആ ഭഗവാന് വേണ്ടി അർച്ചിക്കപ്പെടുന്ന ആ ഹവിസ് എല്ലാ ദേവന്മാരിലേക്കും എത്തുന്നു എന്നും, അതാണ് സർവ്വദേവ നമസ്കാരം. ആ ഒരു ഹവിസ് അർപ്പിക്കുന്നതിലൂടെ നമുക്ക് നടത്താൻ കഴിയും. അതുപോലെ തന്നെ ഈ ദേവന്മാരെന്ന് പറയുന്ന ഭഗവാന്റെ ഭുജങ്ങളാണെന്ന് പറയും, ബാഹുക്കളാണെന്ന് പറയും. അപ്പോൾ എല്ലാ ജോലികളും ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണല്ലോ കൈകാലുകൾ. അതുപോലെ കൈകൾക്ക് അതിനേക്കാളും പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ഭഗവാന്റെ ഭുജങ്ങളാണ് ദേവന്മാർ. അപ്പോൾ ദേവന്മാർ പരമാത്മാവായിട്ടുള്ള ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ എന്ന് പറയുന്ന ആ ഒരു പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ ഭുജങ്ങളാകുന്ന ദേവന്മാരെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും, മനുഷ്യർ ചെയ്യുന്ന
മനുഷ്യരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉചിതമായ ഫലം ദേവന്മാരിലൂടെ അവരിലേക്ക് എത്തിക്കുകയും ഭഗവാൻ ചെയ്യുന്നു. അങ്ങനെ കർമ്മഫലം നൽകുന്ന ദേവന്മാരെന്ന് പറയുന്ന ഭഗവാന്റെ ഭുജങ്ങളാണ്. അങ്ങനെ ആ ഒരു നീണ്ട ഭുജങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു. അതുപോലെ കർമ്മഫലങ്ങളും ലഭിക്കുന്നു. എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്ന് പറയും. അപ്പോൾ കർമ്മഫലത്തിൽ നിന്ന് മാത്രം നമുക്ക് ഒരു മോചനമില്ല. അതുകൊണ്ടാണല്ലോ രാമായണത്തിൽ പറയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം താൻ അനുഭവിക്കുമെന്നേ വരൂ എന്ന്. അപ്പോൾ ആ ഒരു കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് മുക്തി അത് പ്രയാസമാണ്. അത് അനുഭവിച്ച് തന്നെ തീർക്കണം. കഴിഞ്ഞ ജന്മങ്ങളിൽ പോലും അനുഭവിച്ച അല്ലെങ്കിൽ ചെയ്ത കർമ്മവാസനകളുടെ പിന്തുടർച്ചയാണ് ഈ ജന്മത്തിൽ പോലും നമ്മൾ അനുഭവിക്കുന്നത്. അത്രയ്ക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഒക്കെ ചെയ്യാൻ. കാരണം അത് നമുക്ക് ഈ ജന്മത്തിലും അടുത്ത ജന്മങ്ങളിലും പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾക്ക് ശ്രമിക്കാവുന്നതാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് നന്മ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും ഈ കർമ്മങ്ങൾക്ക് കർമ്മഫലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിന് ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ അധികാരം ധർമ്മദേവനാണെന്ന് പറയും. ധർമ്മദേവൻ ഭഗവാന്റെ സ്തനയുഗമാണ്. 2 സ്തനങ്ങൾ, ഭഗവാന്റെ 2 സ്തനങ്ങൾ ധർമ്മദേവനാണെന്ന് പറയും. അപ്പോൾ ധർമ്മദേവൻ എല്ലാം എഴുതി വയ്ക്കുന്നു എന്ന് പറയണം. എല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഒരു മനുഷ്യൻ്റെ ചിന്തകൾ വരെ രേഖപ്പെടുത്തി വയ്ക്കുന്നു. അപ്പോൾ ആ ഒരു ചിന്തകൾ പോലും നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട് അത്രയും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ചിന്തകൾ പോലും നമ്മൾ കൈകാര്യം ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ധർമ്മദേവൻ തന്നെ ഭഗവാന്റെ സ്ഥാനയുഗമാണ്. ആ ധർമ്മദേവനാണ് എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലവും നൽകുന്നത്. അപ്പോൾ ദശകമാറ് ശ്ലോകമാറൊന്ന് ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണീയം ദശകം 6 ശ്ലോകം 6. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാ ജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നിർ ദേവാഭുജ സനയുഗം തവ ധർമ്മദേവാഹ. ഒരിക്കൽ കൂടെ ചൊല്ലാം. നാരായണീയം ദശകം 6 ശ്ലോകം 6. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയസ്വരഗണാ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവാഹ. എന്താ പറയുന്നത്? ഭഗവാനെ, അങ്ങയുടെ വളരെ സുന്ദരമായിട്ടുള്ള അങ്ങയുടെ ചിരി, ഭഗവാന്റെ ചിരി മായയാണ്. അത് തന്നെയാണ് ഈ ലോകത്തെ നയിക്കുന്ന മായ. അതുപോലെ ഭഗവാന്റെ ശ്വാസം കാറ്റാകുന്നു, അവിടുത്തെ ജിഹ്വ നാവ് ജലവും വചനങ്ങൾ പക്ഷിഗണങ്ങളുമാകുന്നു എന്നും ഭഗവാൻ ആലപിക്കുന്ന സ്വരങ്ങൾ സിദ്ധൻ, യക്ഷൻ, കിന്നരൻ തുടങ്ങിയവരാകുന്നു. അഗ്നി ഭഗവാന്റെ വായാകുന്നു. അപ്പോൾ അഗ്നി എന്ന് പറയുന്ന ഭഗവാന്റെ വായാണ്. ഭഗവാന്റെ ഭുജങ്ങൾ ദേവന്മാരാണ്. അതുപോലെ ധർമ്മദേവൻ ഭഗവാന്റെ 2 സ്ഥാനങ്ങളും ആണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഹേ ഈശ്വര, തവ ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിലാസഹസിതം മന്ദഹാസം, മായയാകുന്നു. ശ്വസിതം ആ ശ്വാസം ഭഗവാന്റെ ശ്വാസം, സമീരഹ അതായത് കാറ്റാകുന്നു. ജിഹ്വ നാവ് ഭഗവാന്റെ നാവ്, ജലം അല്ലെങ്കിൽ വെള്ളമാകുന്നു. വചനം ഭഗവാന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ശകുന്തപംക്തി, വചനം ശകുന്തപംക്തി. ഭഗവാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് പക്ഷിക്കൂട്ടങ്ങളാണെന്ന്. സ്വരഗണങ്ങൾ സിദ്ധാദയ ഈ ഭഗവാന്റെ സ്വരങ്ങളാണ് സിദ്ധൻ, യക്ഷൻ, കിന്നരൻ. അതാണ് സിദ്ധ ആദയ എക്സെട്ര എന്നുള്ള അർത്ഥമാണ് ആദയ. സിദ്ധൻ തുടങ്ങിയവർ, സിദ്ധൻ, യക്ഷൻ, കിന്നരൻ തുടങ്ങിയവർ. മുഖരന്ധ്രം അഗ്നി, ഭഗവാന്റെ വായ അഗ്നിയാണ്. മുഖരന്ധ്രം എന്ന് പറയുമ്പോൾ വായ, മുഖത്തിൻ്റെ ആ ഒരു ദ്വാരം, പ്രധാനപ്പെട്ട ദ്വാരം വായാണല്ലോ.
ഭുജ ദേവാഹ. ഭുജങ്ങൾ ദേവന്മാരാണ്. സ്തനയുഗം ധർമ്മദേവാഹ. 2 സ്തനങ്ങൾ ധർമ്മദേവന്മാരും ആകുന്നു. അപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആനന്ദവും ദുഃഖവും ഇടകലർന്നതാണല്ലോ ജീവിതം. അപ്പോൾ ആ ഒരു ജീവിതം ഇപ്പോൾ എല്ലാവർക്കും ഒരാൾക്കും ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് കംപ്ലീറ്റ്ലി 100% സുഖമാണെന്ന്. ഇപ്പോൾ തന്നെ നമ്മൾ കോടീശ്വരന്മാരൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ കാണുന്നല്ലോ. അപ്പോൾ അവർക്ക് സമ്പത്തില്ലാണ്ടാണോ, എന്തെങ്കിലും ഇല്ലാണ്ടാണോ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ആനന്ദവും ദുഃഖവും ഒക്കെ ഇടകലർന്നാണ്. അതിനെ മാനേജ് ചെയ്യാനാണ് അറിയാത്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടിയ ആ ഒരു ഐശ്വര്യത്തിൽ നമ്മൾ അമിതമായിട്ട് അഹങ്കരിക്കുകയും ചെയ്യരുത് എന്ന് പറയും. അതുപോലെ തന്നെ ദുഃഖവും സുഖവും പലതരം അനുഭൂതികളാണ്. അത് ഭഗവാന്റെ മായയാണ് എന്ന് പറയുന്നു. ദുഃഖവും സുഖവും ഇടകലർന്നു വരും. അത് ഭഗവാന്റെ മായാവിലാസമാണ് എന്ന് പറയുന്നു. അതാണ് ഭഗവാന്റെ ചിരി മായയാണ്. അതുപോലെ ജഗത് പ്രാണരൂപിയായിട്ടുള്ള കാറ്റ് സമീരൻ ഭഗവാന്റെ ശ്വാസമാണ് എന്നും ഭഗവാൻ ശ്വസിക്കുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നു. പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ പ്രപഞ്ചം ഉണ്ടാവുകയും അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ എല്ലാ ഉണ്ടായ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിലേക്ക് അവസാനം ലയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ജീവികൾക്ക് പ്രധാനപ്പെട്ടതാണ് ജീവജലം. ആ ജലം ഭഗവാന്റെ ജിഹ്വ നാവാണ് എന്നും ഭഗവാന്റെ വാക്കുകൾ പക്ഷി സമൂഹങ്ങളാണ് എന്ന് പറയുന്നു. അതുപോലെ ഭഗവാന്റെ ആലാപനങ്ങളിലെ സ്വരങ്ങൾ ഗന്ധർവന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ എന്നീ ദേവഗായകന്മാരാണ്. അതുപോലെ ഭഗവാന്റെ വായ ദേവന്മാരുടെ മുഖമായ അഗ്നിയാണ്. ആ ഹവിർഭാഗം നമ്മൾ ഹവിസ് അർപ്പിക്കുന്നത് അഗ്നിയിലേക്കാണല്ലോ. ദേവന്മാർക്കുള്ള ഹവിർഭാഗം സ്വീകരിക്കുന്നത് അഗ്നിയാണ്. അപ്പോൾ എല്ലാ ദേവന്മാർക്കുമുള്ള ഹവിസ് ഭഗവാന്റെ വായിലൂടെ അഗ്നിയിലൂടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ അതെല്ലാ ദേവന്മാരിലും എത്തിച്ചേരും. അതാണ് സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറയുന്നത്. എല്ലാം കേശവനിലൂടെ എല്ലാവർക്കും എത്തിച്ചേരും. അപ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന ഭഗവാന്റെ വായായിട്ടുള്ള അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അതെല്ലാ ദേവന്മാരിലും എത്തിച്ചേരും. കേശവം പ്രതി ഗച്ഛതി. ദേവന്മാരെ ഭഗവാന്റെ ഭുജങ്ങളായിട്ട് കണക്കാക്കുന്നു. ആ ഭുജങ്ങളാണ് എല്ലാ വർക്കും ചെയ്യണം. ഭഗവാൻ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒക്കെ പോലെ ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാനെ എല്ലാം പോയി ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മറ്റ് ദേവന്മാരാണ് ഭഗവാന്റെ ഭുജങ്ങൾ. ഭഗവാന് വേണ്ടി പലതും ദേവന്മാരിലൂടെ നിർവഹിക്കപ്പെടുന്നു. ആ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഫലം നൽകുന്ന ദേവന്മാരാണ് എന്നും കർമ്മഫലം നൽകുന്ന ദേവന്മാർ ഭഗവാന്റെ ഭുജങ്ങളാണ്. അപ്പോൾ ദേവന്മാർ തന്നെ ഭഗവാന്റെ ഭുജങ്ങളാണ്. ആ ദേവന്മാർ കർമ്മഫലം നൽകുന്നു. ഇനി എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലമുണ്ട്. ആത്യന്തികമായ ഈ കർമ്മഫലം എന്തെന്ന് തീരുമാനിക്കുന്നത് ധർമ്മദേവനാണെന്ന് പറയും. അപ്പോൾ ധർമ്മദേവൻ്റെ ആ ഒരു പുസ്തകത്തിൽ എല്ലാം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ചിന്തകളും പോലും അതുകൊണ്ട് ആത്യന്തികമായ അധികാരം ഈ ധർമ്മദേവനാണ് ഈ കർമ്മഫലം തീരുമാനിക്കുന്നത്. ആ കർമ്മഫലം ആത്യന്തികമായ അധികാരം ധർമ്മദേവനാണ് എന്നും ആ ധർമ്മദേവൻ ഭഗവാന്റെ 2 സ്ഥാനങ്ങൾ ധർമ്മദേവന്മാരാണ് എന്നും പറയും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ദശകം 6 ശ്ലോകം 6 നാരായണീയം ഒന്നും കൂടെ ചൊല്ലാം. മായാവിലാസഹസിതം ശസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപങ്ക്തി സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. ഈ ഒരു ശ്ലോകം ഭഗവാന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഓം തത്സത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.